നന്ദ, എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവും. നമ്മളെല്ലാം കരുതിയത് നിന്നെയും ദേവികയെ ഒരുമിച്ച് കണ്ടത് മീരയ്ക്ക് ഷോക്കായി. മീരയും നീയും കൂടിയുള്ള കല്യാണ ആലോചന മീര തന്നെ എതിർക്കുന്നൊക്കെയല്ലേ. ഇപ്പൊ കണ്ടില്ലേ, അവൾക്കത് വലിയ പ്രശ്നമൊന്നുമല്ല. അതെ, അവൾ അടുത്ത് വന്നപ്പോ ഞാൻ പേടിച്ച് വരണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ മീര താക്കിയതുപോലെ ചില കാര്യങ്ങൾ പറയേ ഉണ്ടായുള്ളൂ. കൂടുതൽ സൗഹൃദത്തിനുള്ള സ്പേസ് നന്ദുവിന് കൊടുക്കരുത്, അങ്ങനെയൊക്കെ. എന്റെ ദേവികെ, ഡൽഹിയിൽ പഠിച്ചു വളർന്ന അവൾക്ക് ഇതൊന്നും അത്ര വലിയ സീരിയസ് കാര്യമൊന്നുമല്ല. എന്റെ പേടി അതൊന്നുമല്ല. ഇനിയിപ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെന്ന് പറഞ്ഞാലും അതൊന്നും സാരമില്ലാന്ന് അവള് പറഞ്ഞു കളയുന്ന. മീരയുടെ രീതികൾ വെച്ച് നോക്കിയാ അങ്ങനെ പറയാൻ തന്നെയാ സാധ്യത. അതാ ഞാൻ പറഞ്ഞത്, അച്ഛന്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി വരെയൊന്നും നിങ്ങൾ കാക്കണ്ട. എന്റെയും ഗിരീഷേട്ടന്റെ കാര്യവും വിട്ടേക്ക്. അതൊക്കെ പിന്നെ. ആദ്യം നിങ്ങളുടെ കാര്യത്തിനൊരു അവസാന തീരുമാനം എടുക്ക്. ഇതിലിനി ഒറ്റ തീരുമാനമേ ഉള്ളൂ. ദേവിയും ഞാനുമായി ചന്ദ്രത്ത് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്നു. ദൂരെ എവിടെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും. അതല്ലാതെ ഇതിന് വേറെ പരിഹാരമില്ല. ദേവി എന്തു പറയുന്നു? നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. നിന്റെ അഭിപ്രായമാണ് പ്രധാനം. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യത്തിൽ അച്ഛന്റെ അഭിപ്രായം നന്ദു പ്രധാനം. സത്യം പറഞ്ഞ അച്ഛൻ രാഷ്ട്രീയ കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നിൽക്കുന്നത്. അച്ഛൻ നന്ദുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നന്ദു അച്ഛന്റെ കൂടെയുള്ളത് അച്ഛനൊരു വലിയ ബലമാ. നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് ഇറങ്ങിയ അച്ഛന് വലിയ ഷോക്കാവും. രജനി ചേച്ചി ഉണ്ട്, അതൊക്കെ ശരി. പക്ഷേ നന്ദു കൂടെ ഇല്ലാത്തത് അച്ഛനെ തളർത്തിക്കളയും. എന്നെയും സ്വന്തം മോളായിട്ട് അച്ഛൻ കരുതുന്നേ. സ്വന്തം രാഷ്ട്രീയ ഭാവിയല്ല അച്ഛനിപ്പോ ശ്രദ്ധിക്കുന്നെ, നമ്മുടെ രണ്ടുപേരുടെയും ഭാവിയാ. നമുക്ക് ഉറപ്പുള്ളൊരു കുടുംബജീവിതം ഒരുക്കി തരുന്നതിന് വേണ്ടിയാ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ. അതിനിടയില് അച്ഛനെ വിട്ടിട്ട് നമുക്ക് എവിടെയും പോവണ്ട നന്ദു. പക്ഷെ അച്ഛനോട് പറഞ്ഞ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നതേ നല്ലതെന്ന് പറയൂ. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞെന്നിരിക്കും. പക്ഷെ മനസ്സുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് വേണമെന്നായിരിക്കും അച്ഛൻ ആഗ്രഹിക്കുന്നത്. ദേവിക, എന്റെ മനസ്സ് നീ കൃത്യമായി വായിച്ചെടുത്തു. താങ്ക് യു മോളെ, താങ്ക് യു. നിങ്ങൾ എന്നെ വിട്ടു പോകരുത്, ഈ കുടുംബം വിട്ടു പോകരുത്. നമുക്ക് അച്ഛനോടെല്ലാം വിശദമായിട്ട് സംസാരിക്കാം. അച്ഛനുമായി ആലോചിച്ച് എന്താ വേണ്ടെന്ന് തീരുമാനിക്കാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.